ഇത് രണ്ട് പ്രൊഡക്റ്റാണ്, ഒന്ന് അകത്ത് ഒന്ന് പുറത്ത്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ ഉയർന്നു വരും. നമുക്ക് ആളെ കാണാം, സംസാരിക്കാം, ഗേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗേറ്റുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ പ്രൊഡക്റ്റ്. എന്നാൽ ഞങ്ങൾ എക്കോണമിക്കലായിട്ട് സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിന് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി വെച്ചിട്ട് എക്കണോമിക്കലാണ്. ഈ പ്രൊഡക്റ്റിൽ 3 പാർട്ടാണ് ഉള്ളത്. ഒന്ന് ഇത്, 2 ഇത്, 3 ഇത്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണ്. ഇതെങ്ങനെയാണ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുക? ഇത് വീടിന്റെ വെളിയിലോ ഗേറ്റിന്റെ അവിടെയാണെങ്കിൽ ഗേറ്റിന്റെ അവിടെ, അതല്ലെങ്കിൽ നമ്മൾ ബെൽ പുഷ് വെക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ ഇത് വെക്കാം. ഇത് നിങ്ങളുടെ വീട്ടിലെ ഏത് പ്ലഗിൽ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഇത് മൊബൈൽ ഫോണാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇതിലേക്ക് യാതൊരു കണക്ഷനും ആവശ്യമില്ല, ഈ പ്ലഗ് മാത്രമേ കുത്തേണ്ട കാര്യമുള്ളൂ. ഇത് ഫേസും ന്യൂട്രും ഇതിന് ആവശ്യമുണ്ട്. ഇതിന്റെ ബാക്കിൽ ഫേസും ന്യൂട്രും കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ്. GM കണക്ട് എന്ന് പറഞ്ഞ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വൈഫൈ പാസ്വേഡും ലോഗിൻ പാസ്വേഡും യൂസർ ID കൊടുത്തിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതുമായിട്ട് ലിങ്കായി. സിമ്പിളാണ് പരിപാടി. ഇത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? ആരെങ്കിലും വന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതില് കിക്ക് അടിക്കും. 50 തരത്തിലുള്ള മ്യൂസിക് ഉണ്ട്. അതിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ ഒരു ബെല്ല് വർക്ക് ചെയ്യുന്ന അതേ പ്രോസസ് ഇതിനകത്ത് നടക്കും. അറ്റ് ദ സെയിം ടൈം വൈഫൈയുടെ 2.4 GHz-ലാണ് മിക്കവാറും എല്ലാ വൈഫൈ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്തോണം. 5G ഉണ്ടാവും, പക്ഷെ 5G-യിലായിരിക്കില്ല. 2.4 GHz-ലായിരിക്കും മിക്കവാറും എല്ലാ ഉപകരണങ്ങളും. ഇപ്പൊ നമ്മുടെ iFi Pro ആണെങ്കിലും ശരി, ഇതാണെങ്കിലും ശരി, എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് 2.4 GHz-ലാണ്. അപ്പൊ ഇവിടെ ബെല്ലടിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ സാധാരണ കോള് വരുന്നത് പോലെ ഒരു ഇൻഫർമേഷൻ കിട്ടും. നിങ്ങൾക്ക് പച്ച ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഫോൺ എവിടെയും ആവാം. അമേരിക്കയിലാവാം, ദുബായിലാവാം, യൂറോപ്പിലാവാം, നിങ്ങൾ പണി ചെയ്യുന്ന സ്ഥലത്താവാം. എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ മുമ്പിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കാം. ഇതിനകത്ത് ഗേറ്റുമായിട്ട് അല്ലെങ്കിൽ വാതിലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു NONC കോണ്ടാക്ട് എൻ്റെ പുറകിലുണ്ട്. ആ NONC കോണ്ടാക്ട് ആണ് നമ്മളൊരു വയർ വെച്ചിട്ട് നമ്മൾ ഗേറ്റ് മോട്ടറിന്റെ കൺട്രോൾ ബോക്സിന്റെ അകത്തെ ഓൺ ഓഫ് ചെയ്യുന്ന സിഗ്നൽ കൊടുക്കുന്ന ലൈനുണ്ട്. ആ സിഗ്നൽ കൊടുക്കുന്ന ലൈനിൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ഗേറ്റ് തുറന്നു കൊടുക്കാം. അത് പോസിബിൾ ആണ്. ഇനി ഇത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാം. സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വഴി നമുക്ക് റെക്കോർഡ് ചെയ്യാം. 24 മണിക്കൂർ നേരത്തേക്ക് ക്ലൗഡ് ഇതിനകത്ത് ഫ്രീ ആയിരിക്കും. 24 മണിക്കൂർ കഴിയുമ്പോൾ പഴയത് മാഞ്ഞു പോയിട്ട് പുതിയത് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ അകത്ത്. ഇനി മാഞ്ഞു പോകാൻ പാടില്ല. എനിക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യാം. അതുകൂടാതെ ഇവിടെ നമുക്കൊരു SD കാർഡ് ഇടാം. 128 GB SD കാർഡ് ഇടാം. ആ SD കാർഡ് ഇട്ടിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. 128 GB വരെയുള്ള ഡാറ്റ നമുക്ക് അതിൻ്റെ അകത്ത് സാധ്യമാണ്. ഇനി രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ കണ്ണുകൾ രാത്രിയിലേക്ക് തുറക്കും. അപ്പൊ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആളെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും, ആളോട് സംസാരിക്കാൻ പറ്റും. 160 ഡിഗ്രിയിൽ വരുന്ന ഏത് ഇമേജിനെയും അത് ക്യാച്ച് ചെയ്യും. ഇവിടെ ഹൈ ഡെഫിനിഷൻ വീഡിയോ പിക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ ഡെഫിനിഷൻ ഫോട്ടോ പിക്ചർ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുക. എന്ന് പറഞ്ഞാൽ ക്ലിയർ ക്ലാരിറ്റി. 5 മീറ്റർ ഡിസ്റ്റൻസിൽ വരെയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെൻസ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഇതിന്റെ മുന്നിൽ കൂടെ പോകുന്നു, ബട്ടൺ പ്രസ് ചെയ്യുന്നില്ല, അപ്പോഴേ നിങ്ങൾക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തില്ല. നിങ്ങൾ തിരക്കാണെങ്കിൽ വൈകുന്നേരം സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാം ആരൊക്കെ വീടിന്റെ മുന്നിൽ കൂടെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളത്.
ഒറ്റ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിന് മുന്നിൽ കൂടെ പോകുന്ന മനുഷ്യനാണെങ്കിൽ മാത്രമേ അത് ക്യാച്ച് ചെയ്യുള്ളൂ. പട്ടിയോ പൂച്ചയോ പോത്തോ ഒക്കെ ഇതിന്റെ മുന്നിൽ കൂടെ പോയാൽ ഇവൻ പിടിക്കില്ല. മനുഷ്യൻ പോയാൽ ക്യാച്ച് ചെയ്യും, നോട്ടിഫിക്കേഷൻ തരും. ഓക്കെ. ഇനി ഇതിന്റെ പവറിനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് 3 വിധത്തിൽ നമുക്ക് ഇതിന് പവർ ഫിറ്റ് ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫേസ് ന്യൂട്രലിൻ്റെ അകത്ത് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇടാം. പെൻഡോട്സിന്റെ ബാറ്ററി നമുക്കിടാം. ഇപ്പൊ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇത് വർക്ക് ചെയ്യാനായിട്ട് മാത്രമേ ആ പവറിനെ യൂസ് ചെയ്യുള്ളൂ. 3, നമുക്ക് ഫേസ് ന്യൂട്രൽ ഒന്നും അവിടെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അഡാപ്റ്ററിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇത് വലിച്ചിളക്കിക്കൊണ്ട് പോകാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇത് അലാറം അടിക്കും, ഇത് അലാറം അടിക്കും, ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അലാറം അടിക്കും. അപ്പോൾ ആർക്കും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്കുള്ളത്. ഇനി